ശരി, മിഥുൻ, ഇതിൽ ഷാക്കിർ കൂടി പറയട്ടെ. CK ഷാക്കിർ പറഞ്ഞോട്ടെ. ആ, അതായത് ഞാൻ ചർച്ച ഇതുവരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇത് നയതന്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി, കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിയാണ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് ഏറെക്കുറെ മെയ് 5 രണ്ടാഴ്ച സമയം കഴിഞ്ഞു. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ 26 മനുഷ്യരെ കൊലപ്പെടുത്തിയത് ആരാണ്, അവരെവിടെയാണ്? ആ കുറ്റവാളികളിൽ ഒരാളെ പോലും പിടികൂടാൻ കഴിയാത്ത ഒരു ദയനീയമായ സാഹചര്യം നമുക്കുണ്ട്. സൈനിക ശക്തി എടുത്താൽ ലോകത്തിൽ 145 രാജ്യങ്ങൾ എടുത്താൽ 4-ാം സ്ഥാനത്തെ സൈനിക ശക്തിയായി ഇന്നും ഇന്ത്യ നിലകൊള്ളുന്നുണ്ട്. പാകിസ്ഥാൻ ആണെങ്കിൽ 12-ാം സ്ഥാനത്ത് മാത്രമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈസിയായി കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അവർ കുറ്റവാളിയാണെങ്കിൽ അവിടെ കയറി അടിക്കണമെന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. പക്ഷെ ഇതിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ ന്യൂസ് 18 പോലെയുള്ള ചർച്ചക്കെടുത്തത് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം എപ്പോൾ തുടങ്ങും, എല്ലാം തുടങ്ങാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കങ്ങളെ കുറിച്ച്, മോക്ക് ഡ്രില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുക. നമ്മൾ അതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഈ പഹൽഗാമിൽ നടന്നു വന്ന് ഈ ആളുകളെ കൊലപ്പെടുത്തി ആ ആളുകൾ 5 കിലോമീറ്ററോളം ദൂരം നടന്ന് തിരിച്ചുപോയി എന്നാണ് നമ്മൾ ആദ്യമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്ഥലത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ, വാഹനത്തിൽ വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ആ 26 ആളുകളിൽ ഒരാളെ പോലും ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ സർക്കാർ ഇതുവരെ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ നടക്കാത്തത്? അത് നമുക്ക് നാണക്കേടല്ലേ? അതെന്താ ചർച്ച ചെയ്യാത്തത്? അത് ചർച്ച ചെയ്യണമല്ലോ. നമ്മൾ പറയുന്നു നമ്മൾ ഇതിൽ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് ഈ കാര്യത്തിൽ ഇല്ല, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അതായത് രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഷാക്കിർ, ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ മേജർ രവി, ഈ ഒരു ആക്ഷേപം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ല, അത്തരം ചോദ്യങ്ങൾ പ്രതിപക്ഷം എന്ന് പറയേണ്ട. ഒന്ന് മുഴുവനാക്കട്ടെ പ്ലീസ്. ആ, ശരി. അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്ന സംഗതിയാണ്, പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടോ, വിയോജിപ്പുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യത്ത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും അവിടെ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടാണ്. അവിടെ ഭരണപക്ഷിയാണ്, പ്രതിപക്ഷമാണെന്ന് വേർതിരിവില്ല. അവിടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാലോ, ആക്രമണം ഉണ്ടായാലോ ശക്തമായി തിരിച്ചടി നൽകണം. പറ്റുമെങ്കിൽ ഏത് രീതിയിലെയും അവരെ തോൽപ്പിക്കണം. അതിന് നമുക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ഏപ്രിൽ 22-ന് നടന്ന ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഇത് മിസൈൽ ആക്രമണം നടത്തിയതല്ല, അല്ലെങ്കിൽ ബോംബിട്ട് പോയതല്ല, നേർക്ക് നേരെ വന്ന് അറ്റാക്ക് ചെയ്ത് 26 ആളുകൾ കൊന്നതാണ്. ആ കൊന്ന ആളുകളിൽ 8 പേരാണ് എന്ന് അന്ന് തന്നെ ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട പുറത്തുവിട്ടത്. അവർ ഒരാളെ പോലും പിടിക്കാൻ കഴിയാത്തത് നമുക്ക് എന്തൊരു നാണക്കേടാണ്. അത് സർക്കാരിന്റെ പരാജയമല്ലേ? ആ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കാനാണോ ഈ രീതിയിൽ ചർച്ച ചില ചാനലുകൾ നടത്തുന്നത്? സ്വാഭാവികം സംശയിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളോട് കടുത്ത രീതിയിൽ പ്രതികരിക്കണം ആവർത്തിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇത്രയും സൈനിക ശക്തിയിൽ 4-ാം സ്ഥാനത്തുള്ള രാജ്യം ആഭ്യന്തരമായി ഒരു പോലീസ് സ്റ്റേഷൻ SIക്ക് പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആ രീതിയിൽ നടന്നു പോയിട്ട് പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തൊരു നാണക്കേട് എന്താണ് ചർച്ച ചെയ്യാത്തത്? അത് സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണ്ടേ? മുമ്പത്തെ ആഭ്യന്തരമന്ത്രി ബോംബെ ഭീകരാക്രമണം ഉണ്ടായപ്പോ ശിവരാജ് പാട്ടീൽ രാജിവെച്ചത് ഓർമ്മയില്ലേ? അതെന്തുകൊണ്ടാണ്? അത് കുറ്റവാളികളെ പിടികൂടാൻ വൈകിയതിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം വെച്ച് രാജിവെച്ചതാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയണ്ടേ? ഈ 26 മനുഷ്യരുടെ ജീവനൊരു വിലയുമില്ലേ? ഈ ഭീകരവാദികളെ രാജ്യത്ത് എവിടെയാണ്? ഇവർ 5 കിലോമീറ്റർ കടന്നു പോയിട്ടുണ്ടോ? ഇവർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാജ്യത്തിനകത്തുണ്ടോ? എന്തെങ്കിലും ഒരു വിശദീകരണം ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ബന്ധപ്പെട്ട ആളുകൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? അതെന്താണ് നടത്താത്തത്? മനുഷ്യനെ പോലെയല്ല. അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു സഹോദരങ്ങളോട്, സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് എനിക്കുള്ള ചോദ്യമാണ്, ഇത് രാജ്യത്തെ പൗരന്മാർക്ക് മുഴുവൻ ഉണ്ടാകുന്ന ശ്രീ മേജർ രവി, അത്തരം ചോദ്യം